അപ്പോസ്തലനായ പൗലോസിൻ്റെ എഫീസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തുനിന്നൊരു വാക്കാണ് നമ്മൾ വായിച്ച്, അതുകൊണ്ട് ആ ഭാഗം തന്നെ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. 15-ാമത്തെ വാക്യത്തിനകത്ത് ആദ്യത്തെ പദം പറഞ്ഞു തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് നിമിത്തം. വാക്യം നമുക്ക് പിന്നീട് വായിക്കാം. അത് നിമിത്തം. എന്ത് നിമിത്തമാണ്? അപ്പം അതിൻ്റെ മുൻപിലുള്ള പാരഗ്രാഫിൽ പറയുന്ന കാര്യമാണ് അത് നിമിത്തം എന്ന് പറയുന്നത്. എന്തെന്നാൽ, അത് കാരണം എന്ന് പറയുന്ന ആ ലേഖനങ്ങൾക്കകത്തെ വിഷയങ്ങളെയൊക്കെ നിങ്ങൾ ഒന്നുകൂടി ആഴമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ പല വിഷയങ്ങളെയും തുറന്നു കൊണ്ടുവരുന്ന കാരണങ്ങളെ കാണാൻ പറ്റും. ഹല്ലേലൂയ. യേശുക്രിസ്തു ആണ് വഴി. ആമേൻ. യേശുക്രിസ്തു, തെറ്റിദ്ധരിക്കാൻ പാടില്ല. യേശുക്രിസ്തു നമുക്ക് വഴി തുറക്കുന്നവനല്ല. ഹി ഈസ് ദ വേ. അവനാണ് വഴി. ആമേൻ. പലപ്പോഴും ഈ ആശയത്തെ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആ കേൾക്കുന്ന ആശയത്തിന് പിറകെ ഓടുന്നത് എനിക്കായി വഴി തുറക്കുന്ന ഒരു കർത്താവ് എന്നായിരിക്കാം. വഴി മറ്റൊന്നും, തുറക്കുന്നവൻ കർത്താവുമാകും. അങ്ങനെ ആയി തീരരുത്. അങ്ങനെ അല്ലാതാകുന്നില്ല. ഭൗതികമായ ലൈഫിനകത്ത് നിങ്ങൾക്ക് വഴികൾ ഈ ആശയങ്ങൾ പറയുമ്പോൾ തുറക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവൻ്റെ മുമ്പിൽ തുറക്കുന്നതാണ്. പക്ഷെ അതല്ല മൂലകാരണമായി നാം ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യതയുള്ളതായി ചിന്തിക്കേണ്ടത് ആ യേശു തന്നെയാണ് വഴി. നമുക്ക് ഹല്ലേലൂയ പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു താഴ്ചയിലേക്ക്, പാപത്തിലേക്ക് വീണുപോയ സ്ഥലത്ത് നിന്ന് അവൻ മാത്രമായിരുന്നു വഴി. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വഴി എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ യേശുവിനെ തന്നെ കണ്ണ് പറിയാതെ നോക്കി നിൽക്കേണ്ടത് ആവശ്യകതയുണ്ട്. പലപ്പോഴും നമ്മുടെ കണ്ണ് യേശുവിനെ വിട്ട് മറ്റൊന്നിലേക്ക് തിരിയുമ്പോഴാണ് പ്രതികൂലങ്ങളെ നമ്മൾ കാണുന്നത്, പ്രയാസങ്ങളെ നമ്മൾ കാണുന്നത്, ബുദ്ധിമുട്ടുകളെ നമ്മൾ കാണുന്നത്, മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധികളെ നമ്മൾ കാണുന്നത്. പത്രോസ് പോലും കടലിലേക്ക് തൻ്റെ കാല് താണു പോകത്തക്ക രീതിയിൽ തൻ്റെ അവസ്ഥകൾക്കൊരു വ്യത്യാസം ആ ചെറിയ സമയത്തിനുള്ളിൽ സംഭവിക്കുന്നത് തൻ്റെ ദൃഷ്ടി യേശുവിൻ്റെ മുഖത്ത് നിന്ന് മാറി എന്നുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് സഭയുടെ ദൃഷ്ടി ഒരിക്കലും യേശു എന്ന വ്യക്തിയിൽ നിന്ന് മാറാൻ പാടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യൂ പോയിന്റ്, അത് ലോകത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും, ഭൗതികത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും, ആത്മീയത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും, ഏത് വ്യൂ ആണെങ്കിലും ക്രൈസ്റ്റിലൂടെ മാത്രമേ നോക്കാവുള്ളൂ. ഹല്ലേലൂയ. ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ വ്യൂ പോയിന്റിനകത്ത് ഒരാൾ മാത്രമേ കാണാവുള്ളൂ, അത് ക്രൈസ്റ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനാണ് വഴിയെന്ന് വചനം പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് പ്രതിസന്ധിക്കകത്തും ഹല്ലേലൂയ ആ വിഷയത്തിനകത്തുള്ള മറുപടി യേശുവിലൂടെ കണ്ടെത്താൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ആ വിഷയത്തിനകത്ത് ഒരു സക്സസ് ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ വിഷയത്തിനകത്തൊരു സക്സസ് ക്രൈസ്റ്റിലൂടെ മാത്രമാണ്. ഞാൻ നിങ്ങളെന്ന വ്യക്തിയെ, അല്ലെങ്കിൽ നാം എന്ന വ്യക്തിയെ ഒന്ന് അപഗ്രഥിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. കുടുംബജീവിതമുണ്ട്. ഹല്ലേലൂയ. ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിലുള്ള ജീവിത ശൈലിയുണ്ട്. ഹല്ലേലൂയ. മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എന്തായിരുന്നാലും ഹല്ലേലൂയ, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നാലും, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമായിരുന്നാലും, ഭൗതിക ജോലിയുള്ള ബന്ധമായിരുന്നാലും, നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള ബന്ധമാണെങ്കിലും, ഒരു സക്സസ് മറഞ്ഞു കിടക്കുന്നത് ക്രൈസ്റ്റ് എന്ന വ്യക്തിക്കകത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ അല്ലാതെ ഈ വിഷയത്തെ നോക്കിക്കാണാൻ പാടില്ല.
എഫീസ്യ ലേഖനം തുടങ്ങുന്നത് തന്നെ ക്രിസ്തുവേശുവിലുള്ള അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ടാണ്. ആമേൻ. നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് തന്നെ ക്രിസ്തുവേശു എന്ന വ്യക്തിക്കകത്തൂടിയാണ്. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു നിർത്തി, ഇനി നിങ്ങളുടെ അകത്ത് വന്ന ക്രിസ്തുവേശുവിൻ്റെ ആത്മാവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു ജീവിതമുള്ളൂ. ആമേൻ. ബാക്കിയെല്ലാം പരാജയമാണ്. ബാക്കിയെല്ലാം ഒരു അവസ്ഥ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ കടത്തിവിടാത്തതാണ്. അതുകൊണ്ട് തന്നെ അകത്ത് വന്ന ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ജീവിതത്തെ ആഴമായി ഉറപ്പിക്കേണ്ട ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക. ഇത് പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിനകത്തേക്ക് വരുവാൻ തയ്യാറാകാം. അത് നിമിത്തം, ഏത് നിമിത്തമാണ്? ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ച്, ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്ത്, ക്രിസ്തുവേശുവിൽ മുൻനിർണയിച്ച്, ക്രിസ്തുവേശുവിൽ ഹല്ലേലൂയ വീണ്ടെടുത്ത്, ഹല്ലേലൂയ ആക്കി ഭൂമിയിൽ വെച്ചിരിക്കുന്ന നിങ്ങളെ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ വിഷയം സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ദൂത് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. എൻ്റെ വചനധ്യാനത്തിനകത്ത് പരിശുദ്ധാത്മാവ് സഭയോട് കൈമാറിയ രണ്ട് പ്രധാനപ്പെട്ട ദൂത്, രണ്ട് സംഭവങ്ങളാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരേ സംഭവങ്ങളുടെ രണ്ട് തുടർമാനതകളാണ്. ആ വിഷയത്തിനകത്തേക്ക് ഞാൻ വരാം. ഹല്ലേലൂയ. അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാശയം: ഒന്ന്, പരിശുദ്ധാത്മാവ് എന്ന ഉറവ; രണ്ട്, യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായുള്ള ജീവിതം. ഈ രണ്ട് ഭാഗത്തെ ഞാൻ അവതരിപ്പിക്കാനുള്ള കാര്യം, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഹല്ലേലൂയ വന്നത് ഒരു മുദ്രയോടുള്ള ബന്ധമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയം തുറക്കുന്നത്. മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കും. ഒന്ന്, നമ്മൾ മഹത്വമാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വമാകാൻ വേണ്ടിയാണ്. സാത്താൻ അവൻ പാപം കൊണ്ട് ഒരു ചണ്ടിക്കൂമ്പാരമാക്കി നമ്മളെ മാറ്റിയപ്പോൾ, ഹല്ലേലൂയ, അവിടെ നിന്ന് ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്ത്, ക്രിസ്തുവേശുവിൽ വീണ്ടെടുത്ത്, ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ച് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിനാണ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അഥവാ നിങ്ങളുടെ ലൈഫ് ആ മഹത്വത്തിൻ്റെ പ്രദർശനമായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ആ തേജസ്സിൻ്റെ ഹല്ലേലൂയ വലിയ പ്രദർശനമായി തീരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ നോക്കി ഒന്ന് സ്തോത്രം ചെയ്ത്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചേക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എൻ്റെ ലൈഫ് മഹത്വമായി തീരണം. ഇത് വ്യക്തിപരമാണ്. നിങ്ങളുടെ ലൈഫ് മഹത്വകരമായി തേജസ് ഉള്ളതായി തീരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ അയച്ചിരിക്കുന്നത്. ആമേൻ. ഈ പ്രാധാന്യത അറിയാതെ പോകുന്ന ആളായി തീരരുത് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ഒരാളുണ്ട്, ആളുടെ പേര് ഹല്ലേലൂയ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ഹി ഈസ് എ ഗോഡ്. ഹല്ലേലൂയ. പിതാവിനോടും പുത്രനോടും സമാന്യതയുള്ള ഹല്ലേലൂയ വലിപ്പ ചെറുപ്പമില്ലാത്ത ദൈവം തന്നെയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ കൂടാതെ ഹല്ലേലൂയ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തെ കൂടിയേ ഉള്ളു നിങ്ങൾക്ക് ഉറങ്ങാനോ എഴുന്നേൽക്കാനോ ജീവിതത്തിൻ്റെ ഏതൊരു ക്രിയയിലേക്കും നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ ആ വിഷയത്തിനകത്ത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രസംഗിക്കുന്നത് പോലെ തന്നെ ആത്മാവിൽ തന്നെ അത് സ്വീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ അന്തരീക്ഷത്തിനകത്ത് ചില ബോംബുകൾ പൊട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വചനത്തിന് ചില ക്രിയാത്മകമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും.
ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് വേണ്ടിയാണ് ദൈവവചനം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ഇടയിലാണ് ദൈവവചനത്തിന് വളരാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയമാണ് നല്ല നിലമാകുന്നത്. വിശ്വസിക്കുന്നവൻ്റെ ജീവിതമാണ് ദൈവത്തിന് വേണ്ടി പ്രവൃത്തിയായി തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അതിൻ്റെ പിന്നിൽ ഒരു വലിയ മഹത്വത്തിന് തയ്യാറാകുക എന്നുള്ളതാണ്. ആമേൻ. ഇരുണ്ടു പോകുന്ന, നശിച്ചു പോകുന്ന എന്നൊക്കെ നമ്മുടെ ലൈഫിനെ നോക്കി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യം, നിങ്ങളുടെ അകത്ത് ആരുണ്ട്? ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കണം ക്രിസ്ത്യൻ ലൈഫ് ആരംഭിക്കേണ്ടത്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടാകും, ഞാൻ രക്ഷിക്കപ്പെട്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പിന്നിൽ യഥാർത്ഥമായ തെളിവെന്തുവാണ്? ഒറ്റ തെളിവാണ്, നിൻ്റെ അകത്ത് ആത്മാവുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകൾ ഒന്നിൽ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, പീഡനങ്ങൾ ഒന്നിൻ്റെ പിറകെ ഒന്ന് സഭയിലേക്ക് കടന്നു വരുമ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം അവർ ഓടിമറയുവാനിടയായി തീർന്നു. ആ കാലഘട്ടത്തിലെ സാമ്രാജ്യങ്ങളും മതങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോൾ പൊട്ടിട്ട് മുളച്ചു പൊങ്ങിയ സഭയെ ഓടിക്കാൻ കാരണമാകുന്ന പീഡനങ്ങൾ ആവർത്തിപ്പാൻ അവിടെയുള്ള മതത്തിനും സാമ്രാജ്യത്തിനും കഴിഞ്ഞെങ്കിലും ഹല്ലേലൂയ, അന്നത്തെ മതത്തിനോ അന്നത്തെ സാമ്രാജ്യത്തിനോ ഇന്ന് നിലനിൽക്കാൻ കഴിയാതെ അന്ന് പൂവിട്ട് പൊട്ടിട്ട് ഹല്ലേലൂയ വിരിഞ്ഞു വന്ന സഭയ്ക്ക് കഴിയുവാനിടയായി തീർന്നു. അതിൻ്റെ പിന്നിലെ കാരണം എന്തുവാ? ഹല്ലേലൂയ, സഭ വെറുതെ ഉണ്ടായി വന്നതല്ല, സഭ ഹോളി സ്പിരിറ്റിൻ്റെ സൈനോടെ പുറത്തു വന്നതാണ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിൻ്റെ ഹല്ലേലൂയ ഇടപെടലിനോട് പുറത്ത് വന്നതൊന്നും അസ്തമിക്കാൻ വന്നതല്ല, അത് മഹത്വമാകാൻ വന്നതാണ്. ഹല്ലേലൂയ. അതൊരു ദൂതാ കേട്ടോ. ഹല്ലേലൂയ. തീരുമെന്ന് ചിന്തിക്കുന്നിടത്ത് അടുത്തതിനെ തുടങ്ങാൻ കഴിയുന്ന ഒന്ന് നിന്റെ അകത്തുണ്ട്. അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് അടുത്ത അന്തരീക്ഷങ്ങളെ തുറക്കാൻ കഴിയുന്ന ഒരു സാധ്യത, ഒരു ഉറവ് നിന്റെ അകത്ത് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സ് ഈ വിഷയങ്ങൾക്കകത്തേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഉറവ തുറക്കാൻ കഴിയാതെ വരുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്യഭാഷയിൽ വീട്ടിലിരുന്ന് ആത്മാവിൽ ജാഗരിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒരാഴ്ച നിങ്ങൾ അതിൽ നന്നായി അഭിഷേകത്തോടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ഒഴുക്ക് നിങ്ങളുടെ മേൽ അറിയാതെ ഉണ്ടാകും. ഞാൻ ഒരു സത്യമായ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അകത്ത് ഹോളി സ്പിരിറ്റ് ഉണ്ട്. നിങ്ങളുടെ അകത്ത് ആരുണ്ട്? ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു സാധ്യത മറഞ്ഞു കിടക്കാണ്, ഒരു ഒഴുക്കിൻ്റെ സാധ്യത. ഒരു ഒഴുക്കിൻ്റെ ഉണ്ടോ? തിരിച്ചു പോകുമ്പോൾ തൊട്ടപ്പുറമുള്ള മണിമലയാർ നോക്കണം. ചിലപ്പോൾ വറ്റിക്കിടക്കുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ടി വിക്കകത്തൂടെ കാണാം ഒഴുക്കുന്ന ഒഴുക്ക്. എന്താണ്? എവിടെയോ മലയ്ക്കകത്ത് വെച്ചേക്കുന്ന വെള്ളം ഒന്ന് ചെറുതായിട്ട് തുറന്നു വിട്ടതാ. ഏതോ സ്ഥലത്ത് അവിടെ അകത്ത് ചില ഒരു പാറക്കഷ്ണം തെന്നിയതാണ്, അല്ലേ? ഒരു ചെറിയ പാറക്കഷ്ണം ഒന്ന് തെന്നി മാറിയതാണ് ഇതിനകത്തോടൊരു ഒഴുക്ക്. ഹല്ലേലൂയ. അതിനേക്കാളും വലിയ ഒരു ഉറവ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അകത്ത്. ഒരു നല്ല ഹല്ലേലൂയ പറ. എന്നൊരു നല്ല ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒന്ന് തയ്യാറായാൽ, ഹല്ലേലൂയ, ഒന്ന് ഇളകി ഒന്ന് മാറാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ചില കാരണങ്ങളൊക്കെ ആയിരിക്കും, ഒന്ന് തുറന്നു വിടാൻ തയ്യാറായാൽ അതൊന്ന് ഒഴുകി തുടങ്ങുവാനിടയായിത്തീരും. അത് നിങ്ങളുടെ മഹത്വത്തിന് കാരണമാണ്. അത് നിങ്ങളുടെ തേജസ്സിന് കാരണമാണ്. അത് നിങ്ങളുടെ ഭൗതികവും ആത്മികവുമായ ഉയർച്ചകൾക്ക് കാരണമാണ്. പൗലോസിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഏതാണ് പ്രാർത്ഥന? ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നീ ആരാണെന്ന് മനസ്സിലാകണം എന്നാഗ്രഹിച്ചുകൊണ്ടൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് കാരണമാണ് എന്ത്? പ്രാർത്ഥനയ്ക്ക് കാരണം 3 കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 2 കാരണങ്ങൾ ഇൻസൈഡായിട്ട് അവരിൽ നിന്നുണ്ടായതാണ്. അതിന് കാരണമാകുന്നത് ഈ ഹോളി സ്പിരിറ്റാണ്. അതുകൊണ്ട് അതിനിമിത്തം എന്ന് പറയുന്നത്. ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട ദൂത് എനിക്ക് നിങ്ങളോട് പറയണം. 2 പ്രധാനപ്പെട്ട ആ ദൂത് പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരുക്കിക്കൊണ്ട് വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഒരാളാണെങ്കിൽ
അവിടെ നിന്ന് തുടങ്ങുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്യപ്പെട്ട ഒരാളാണെങ്കിൽ മരണത്തിന് പോലും നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യഥാർത്ഥ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. യഥാർത്ഥ അച്ചാരം എന്നൊരു വാക്കുണ്ട്, അത് പ്രസംഗിക്കാനല്ല ഞാൻ വന്നത്, അഡ്വാൻസ് ആണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ബാക്കി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൻ്റെ ആധാരം. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എന്നുള്ളതാണ് ബാക്കി എല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നതിന് തെളിവ്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് അകത്ത് കിട്ടിയ ആൾക്കാരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ബാക്കി എല്ലാം തുറന്നു വരാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഈ ആത്മാവിൽ തുടർന്നാൽ മതി. നിങ്ങൾ ഈ ആത്മാവിൽ ജീവിച്ചാൽ മതി. നിങ്ങൾ ഈ ആത്മാവിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താൽ മതി. ഈ ആത്മാവിൻ്റെ ഒഴുക്കിലേക്ക് ചേർന്നൊന്ന് നിന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് പാടില്ല. അപ്പം നിങ്ങളുടെ ഡ്രൈവിംഗ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, അത് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒഴുക്ക് നിങ്ങൾ ഹല്ലേലൂയ കൈവച്ച് തടയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. നിങ്ങളുടെ 5 വിരലുള്ള അല്ലെങ്കിൽ 10 വിരലുള്ള കൈവച്ച് നിങ്ങൾ എത്രത്തോളം പൊതിഞ്ഞു വെക്കുവോ അത്രത്തോളം നിങ്ങൾ അടഞ്ഞിരിക്കത്തേ ഉള്ളൂ. ആത്മാവിൻ്റെ ഒഴുക്ക് സംഭവിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ റോമൻ ഭരണകർത്താക്കളുടെ അനുമതിയോടെ ഒരു മുദ്ര വന്ന് പതിയുന്നുണ്ട്. റോമൻ ഭരണത്തിൻ്റെ മുദ്ര. ഇതെങ്ങനെ അവിടെ വന്നെന്ന് ചോദിച്ചാൽ, പരീശന്മാരും മഹാപുരോഹിതന്മാരും അന്നത്തെ ഭരണകൂടമായ റോമൻ ഭരണകൂടത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം പറയുകയാണ്. എന്താണ്? ഇവൻ ജീവിച്ചിരുന്നപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇവനെ ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിട്ട് അത് സത്യമെന്ന രീതിയിലേക്ക് ആകാതിരിക്കാൻ വേണ്ടുവോളം ആ കല്ലറ അടച്ച് ഉറപ്പാക്കണം. നിങ്ങൾ ഇതിനകത്ത് തിരിച്ചറിയേണ്ട കാര്യം, ഹല്ലേലൂയ, യേശുക്രിസ്തു ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോടാണ്. ഇവർ മാത്രം ഇത് ഓർത്തില്ല. ഇവർ മാത്രം ഇത് ഓർത്തില്ല. ശത്രുപക്ഷം ഓർത്തു. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവർ ഓർത്തില്ല. യഥാർത്ഥമായി നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, നിങ്ങളെ വിടുതൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാളും നന്നായിട്ട് അറിഞ്ഞേക്കുന്നത് ശത്രുപക്ഷമാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞില്ല. കാരണം നിങ്ങൾ ആ നോവ് അനുഭവിക്കാതിരിക്കാൻ, നിങ്ങൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ യേശു കർത്താവ് ആ വേദന സഹിക്കുകയും നിങ്ങളിലേക്ക് ആ നന്മയും വിടുതൽ അയക്കുകയും ചെയ്തു. അല്ലേ? ആണോ? ഇത് തെളിയിക്കണമെങ്കിൽ ഞാൻ വേറെ വചനം പിടിക്കണം. ആമേൻ. സ്നാനത്തിൻ്റെ മുൻകറിയായിട്ട് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ഹല്ലേലൂയ, മുങ്ങിപ്പോയതാരാണ്? മുങ്ങിപ്പോയതാരാണ്? മിസ്രൈമിലും നടന്ന് ചെങ്കടലിലൂടെ ഇപ്പുറ വന്നതും ഇസ്രായേൽ ജനമാണ്. ഇനി മുങ്ങലിൻ്റെ വേദന അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അത് മിസ്രൈമിനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ. വെള്ളം കുടിച്ചതിൻ്റെ വേദന ആരോട് ചോദിക്കണം? അത് മിസ്രൈമിനോട് ചോദിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് നല്ല നിലത്തൂടെ പോകുന്നതിൻ്റെ ഓർമ്മയേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്തൂടെ ഒരു ശക്തമായ ദൂത് കർത്താവ് സഭയിലോട്ട് പകരുന്നുണ്ട്. ഹല്ലേലൂയ. വേദന സഹിച്ചവൻ പറയുന്നു, ഹല്ലേലൂയ, നീ അത് അനുഭവിക്കണ്ട, നിനക്കപ്പുറേ കിടക്കാം. നിനക്കതിൽ നിന്നുള്ളത് ലഭിക്കും. നീ അത് പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് 2 പ്രധാനപ്പെട്ട മുന ഓടിച്ചെല്ലുന്നത്, അതിലെ 2ാമത്തെ ഭാഗം ഒന്നുകൂടെ വിവരിക്കാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. നിന്റെ വിടുതൽ ഏറ്റവും നന്നായി അറിയുന്നത് നീ അറിയുന്നതിനേക്കാൾ പുറത്തുള്ളവരായിരിക്കട്ടെ.
ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ആത്മാവിൽ പുറത്തു വന്നത് ഇന്ന് വരെ നിങ്ങളുടെ സമൂഹം അറിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ ദേശം അറിഞ്ഞില്ലെങ്കിൽ, അതിനെ നല്ലതുപോലെ അറിയാൻ പറ്റുന്ന രീതിയിൽ ഈ ആത്മാവിൻ്റെ സൈൻ നിങ്ങളുടെ മേൽ വീഴുമാറാകട്ടെ. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ആ ജീവിത ശൈലിയെ നിങ്ങളിലേക്ക് അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾ വിടുതൽ പ്രാപിക്കുമ്പോൾ അവിടുത്തെ വേദന അറിയണമെന്ന് ദൈവം പറഞ്ഞത് സത്യമാണെങ്കിലും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതിൻ്റെ നന്മ അനുഭവിക്കുമ്പോൾ നിങ്ങൾ അറിയണം, നിന്നെ നടത്തിയ ദൈവത്തെ കുറിച്ച് നീ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ ഇപ്പുറേ വന്നപ്പോൾ അപ്പുറേ നിന്ന് പിറുപിറുത്ത ഹല്ലേലൂയ മിരിയാം ഉൾപ്പെടെ തപ്പെടുത്ത് പാടി ആരാധിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവൾ അനുഭവിച്ചു. അവളുടെ മുമ്പിൽ ഹല്ലേലൂയ ചെങ്കടൽ എന്ന വലിയത് എന്ന സമുദ്രം രണ്ടായി പിളർക്കപ്പെട്ടു. ഇന്നലെ വരെ അവരുടെ മുമ്പിൽ ഭീതി ജനിപ്പിക്കുന്ന ചെങ്കടലും ഫറവോന്റെ സൈന്യവും ഇന്ന് അവരുടെ മുമ്പിൽ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു എന്ന് അവരുടെ മനസ്സിനകത്ത് ബോധ്യം വന്നപ്പോൾ അവരെ നടത്തിയ ദൈവത്തെക്കുറിച്ച് ഉൾബോധ്യത്താൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അതൊരു പാട്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. സങ്കീർത്തനത്തിനകത്ത് കൂടുതലും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന ഹല്ലേലൂയ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരെ രാജാവ് വരെ ദൈവമാക്കി. ഇന്ന് പകല് ഞാൻ ആത്മാർത്ഥമായൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിച്ച ആത്മശക്തിയെ, ഹല്ലേലൂയ നിങ്ങൾക്ക് ലഭിച്ച ആത്മശക്തി വെറുതെ ഒരു സീലാക്കി തന്നതല്ല, അതിനെ അനുഭവിക്കാൻ തന്നേക്കുക. ഇത് മഹത്വത്തിൻ്റെ പുകഴ്ച എങ്ങനെയാകുന്നത്? മഹത്വത്തിൻ്റെ പുകഴ്ചയാകുന്നത് ഈ സീലിനെ നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാക്യത്തിനകത്തേക്ക് മടങ്ങി വരികയാണ്. യേശു കർത്താവിൻ്റെ ശവകുടീരമിരിക്കുന്ന യോസെഫിൻ്റെ കല്ലറയെ, കല്ലിനകത്ത് വെട്ടി ഉണ്ടാക്കിയ കല്ലറയുടെ മുമ്പിൽ ഒരു കല്ലുകൊണ്ട്, വലിയ കല്ലുകൊണ്ട് അടച്ച് അതിൻ്റെ മേലിൽ സീലാക്കി, ആവോളം ഉറപ്പാക്കി, പുറത്തു വരരുത്. ഹല്ലേലൂയ. പുറത്ത് വരരുത് എന്ന് ഹല്ലേലൂയ സാത്താനും ആ സാമ്രാജ്യവും അവിടുത്തെ മതവും ആഗ്രഹിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് മൂന്നാം ദിവസം തിരുവെഴുത്തിൻ പ്രകാരം യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കകത്തിറങ്ങിയപ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ ഹല്ലേലൂയ, ആ സൈൻ, ആ മുദ്ര യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ പതിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ഹല്ലേലൂയ ആ റോമൻ ഭരണകൂടത്തിൻ്റെ മുദ്ര ഒന്നുമല്ലാതെ പൊട്ടിപ്പോകുവാനിടയായി തീർന്നു. ആമേൻ. പഴയ നിയമത്തിനകത്തൊരു പ്രവചനം കിടപ്പുണ്ട്. ആ പ്രവചനം എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. ദാരിയാവേശ് രാജാവ് കാണുന്നൊരു സ്വപ്നത്തിൻ്റെ അവസാനത്തെ ഭാഗം. ഹല്ലേലൂയ. കൈതൊടാതെ ഒരു കല്ല് പറന്നു വന്നിട്ട് ഹല്ലേലൂയ ആ ബിംബത്തിൻ്റെ താഴെ വന്ന് പതിക്കുന്നു. നിങ്ങൾക്ക് ആ ബിംബം എന്തെന്ന് പഠിച്ചിട്ടുള്ളവരാണെന്ന് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വിവർത്തനം വിശദീകരിച്ചുകൊണ്ട് ദാനിയേൽ പറഞ്ഞു, ഹല്ലേലൂയ, വരാൻ പോകുന്ന സാമ്രാജ്യങ്ങളെ ഹല്ലേലൂയ വിലയിരുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കൈതൊടാതൊരു കല്ല് പറന്നു വന്ന് പതിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ മേലാണ്. ഹല്ലേലൂയ. അത് തകർന്നു പോകുവാനിടയായി തീർന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഹല്ലേലൂയ. സത്യത്തിൽ നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. റോമൻ സാമ്രാജ്യം ഹല്ലേലൂയ ഈ മതത്തിൻ്റെ ഇഷ്ടപ്രകാരം യേശുക്രിസ്തുവിനെ കള്ളസാക്ഷികൾ മുമ്പാകെ വിസ്തരിച്ച് തെളിയിക്കപ്പെടാത്ത കുറ്റം കണ്ടിട്ടും ഹല്ലേലൂയ യഹൂദന്മാരുടെയും പുരോഹിതന്മാരുടെയും ഹല്ലേലൂയ മഹാപുരോഹിതന്മാരുടെയും ഇഷ്ടത്തിനനുസരണമായി അവനെ ക്രൂശിച്ചു.
ഒറ്റ തെളിവാണ് കണ്ടെത്തിയത്. യഹൂദ മതം പറയുന്നു, ഹല്ലേലൂയ, ഇവൻ ദൈവപുത്രൻ എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി. അത് സത്യമായതുകൊണ്ട് അത് അങ്ങനെ പറയാൻ പാടുള്ളൂ. ആ മതം ചുമത്തിക്കൊട്ട് മതത്തിൻ്റെ ഇഷ്ടപ്രകാരം, യഹൂദൻ്റെ ഇഷ്ടപ്രകാരം യേശു കർത്താവിനെ കാൽവറിയുടെ ഗിരിമുകളിൽ ക്രൂശിച്ചിട്ട് അവനെ കൊന്ന് അവനെ ഹല്ലേലൂയ ആ യോസഫിൻ്റെ കല്ലറയിൽ കൊണ്ട് അടക്കുമ്പോൾ ഈ പ്രവചനം അനുസരിച്ച് സാമ്രാജ്യം നിലനിൽക്കുന്നു, യേശു അടക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പ്രവചനം കിടക്കുന്നു, കല്ല് പറന്നു വന്ന് ഇതിനെ അടിക്കുന്നതാണ് കാണുന്നത്. ഇന്നില്ല റോമൻ സാമ്രാജ്യം. ഇന്ന് യേശുക്രിസ്തുവിനാലുള്ള സമൂഹം ഇന്നും ഉള്ളത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞതിനെ തകർക്കാൻ കഴിയുന്ന ഒന്ന് നിന്റെ അകത്ത് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്രയെ ഒന്നും അല്ലാതാക്കി പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ആ കല്ലറയുടെ മേൽ വീണപ്പോൾ യേശു കർത്താവ് ജീവനുള്ളതായി പുറത്തു വന്നു. ആമേൻ, ആമേൻ. ഇനി അകത്ത് നടന്ന സംഭവം ഞാൻ പറഞ്ഞു തരാം. അവനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത് ഒന്ന് പറയണം, നിങ്ങളത് പറയണം, അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ ഒതുക്കുന്നത് അസാധ്യമായിരുന്നു. മരണശക്തികൾക്ക് അവനെ അടക്കി വെക്കുന്നത് അസാധ്യമായിരുന്നു. 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്നപ്പോൾ യേശു എവിടെയായിരുന്നെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അവൻ പാതാളത്തിൽ തൻ്റെ ഭക്തന്മാരോട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ പോയി. അപ്പം മിനിസ്ട്രിയിലായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ ശരീരം എവിടെയായിരുന്നു? യോസഫിൻ്റെ കല്ലറയിലായിരുന്നു. ആ ശരീരത്തെയാണ് അടക്കാൻ ശ്രമിച്ചത്. ഞാൻ ആത്മാവിൽ വിചാരിക്കുന്നു അതിനകത്ത് പുഴുവിന് തൊടാൻ പറ്റാത്ത രീതിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്തൊരു ഭയങ്കര ഇടപെടൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനത് വിശദീകരിക്കുന്നു? ഹല്ലേലൂയ. വിശദീകരിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളൊരു ഫ്ലഷിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ ഫ്ലഷിനകത്തേക്കാണ് ആത്മാവ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ആ ഫ്ലഷിനകത്ത് മരണത്തിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷെ നിൻ്റെ അകത്തിരിക്കുന്നത് ജീവൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്തേക്കൊരു വാക്കുകൂടെ ഓർമ്മ വരുന്നു. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന ആത്മാവായി അവൻ നിൻ്റെ അകത്തേക്ക് വരുവാനിടയായി. എത്ര പേർക്ക് അറിയാം? നിന്റെ വിശ്വാസമാണ് ഈ ആത്മാവ് നിന്റെ ലൈഫിനെ തുറക്കുന്നത്. ആമേൻ, ആമേൻ. എങ്ങനെ ഇതിനെ ഡിസൈൻ ചെയ്യണമെന്ന് എന്നുള്ളത് നിങ്ങളുടെ പ്ലാനാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ ഹിതം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിൽ ഓഫ് ഗാഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകും. ചിലർ പറയുന്ന കഷ്ടത, പ്രശ്നം, പ്രതികൂലം ഒക്കെ വരുമ്പോഴാണ് ദൈവത്തെ ആവശ്യം. അപ്പോഴാണ് പ്രാർത്ഥന ആവശ്യമുള്ളൂ, അപ്പോഴാണ് ഉപവാസം ആവശ്യമുള്ളൂ. നമ്മുടെ പക്ഷെ കർത്താവിന് അപ്പോഴല്ല നമ്മളെ കിട്ടണ്ടേ. ചിലർ പറയുന്ന ഒരു ദൂതുണ്ട്, കഷ്ടത, പ്രയാസം വന്നപ്പോഴെന്നെ കർത്താവ് സഹായിച്ചു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇനി അത് കിട്ടിയിട്ട് നമ്മൾ നന്നാവുള്ളൂ എന്ന് വിചാരിച്ചാൽ പിന്നെ എന്നാ ചെയ്യാനാ? എന്നിട്ട് അതൊരു ദൂതാക്കി മാറ്റുക. ദീനമായി കടന്നതാണ് ലാസറിൻ്റെ, കൂട്ടുപിടിക്കാൻ ഇഷ്ടം പോലെ വാക്കുണ്ട്. കല്ലറയിൽ പോയതാണ് ഉയർപ്പിന് കാരണം. എന്തിനാ അത്രം വരെ പോകുന്നതിനാ? നിൻ്റെ അകത്തെന്തുണ്ട്? ഇനി നീ കല്ലറ കയറേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ അകത്തെന്തുണ്ട്? കല്ലറ കയറ്റിയവനെ ഇറക്കിയ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആ ആത്മാവിൽ തന്നെ അങ്ങ് നിലനിന്നാൽ മതി. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാനൊന്ന് ഓടിക്കയറുക. വേഗത്തിൽ ഈ 2 ഭാഗം പറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഇറങ്ങണം. മാർക്കോസിൻ്റെ മാളിക മുറിക്കകത്തേക്ക് ഒരു സൈൻ വന്ന് വീഴുകയാണ്. ഈ സൈൻ വന്ന് വീണപ്പോൾ സത്യത്തിൽ പുറത്താണ്
പെന്തക്കോസ് പെരുന്നാൾ. ഈ പറയുന്ന പേരൊക്കെ പുറത്തായി. ഇവർക്ക് പേരൊന്നും ഇല്ല, പെന്തക്കോസ് എന്ന പേര് പോലും ഇല്ല. 50-ാം ദിവസമാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷമുള്ള 50-ാമത്തെ ദിവസമാണ്, അല്ലെങ്കിൽ പെസഹ കഴിഞ്ഞുള്ള 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്നത്. ലോകത്തിൽ അന്നുള്ള യഹൂദന്മാർ മുഴുവൻ യെരൂശലേം ദേവാലയത്തിൽ ആരാധിക്കാൻ കടന്നു വന്ന് അവർ പെന്തക്കോസ്തിൻ്റെ ഉത്സവം വളരെ ആഘോഷത്തോടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു മരിച്ചിട്ടില്ല എന്നും യേശു ഉയർത്തെഴുന്നേറ്റെന്നുമുള്ള 40 ദിവസത്തെ ദൈവവചന പഠന ക്ലാസ്സോടുകൂടിയുള്ള ദൈവരാജ്യം സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകി പിതാവിൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ള ഇൻഫർമേഷൻ കൈമാറി. മേഘങ്ങൾക്കകത്തേക്ക് മറഞ്ഞുപോയ യേശുവിൻ്റെ വാക്കിൻ്റെ പ്രതി മാർക്കോസിൻ്റെ മാളിക മുറിയിൽ യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു സമൂഹം കാത്തിരിക്കുക. ഹല്ലേലൂയ. കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവൾ ആള് മാറിപ്പോയി. ഈ സൈൻ വീണാൽ നിങ്ങൾ ആളുമാറും. ഒരു കൊടിയ കാറ്റ് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രതീക്ഷിച്ചിരുന്നവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, ആത്മാവ് വന്ന ഉടനെ അന്തരീക്ഷം മാറി. പെന്തക്കോസ്തിന്റെ ഉത്സവം നേരെ തിരിഞ്ഞു. രാജ്യത്തിൽ നിന്ന് ഓടിക്കൂടിയവരുടെ കണ്ണുകളിൽ ഉത്സവം വലിയ കാഴ്ചയല്ലാതെ മാറി. പുതുഭാഷ സംസാരിക്കുന്ന കുറച്ച് പേര് ഒരു മാളിക മുറിക്കകത്തിരിക്കുന്നു. എന്തെന്നില്ലാത്ത ധൈര്യം പോലെ മുക്കുവനായ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നു. മദ്യം കഴിച്ച് ഭ്രാന്ത് പറയുന്നവനെന്ന് പേരുകൊണ്ട് കളിയാക്കുന്നവന്റെ മുമ്പിൽ പറയുന്നു, ഇത് പുതുഭാഷയാണ്. വീഞ്ഞു കുടിച്ച് മത്തരായതല്ല ഞങ്ങൾ, മറിച്ച് ആത്മാവിനാൽ മത്തരായവരാ. പതുകിയിരിക്കുന്ന ആൾക്കാരായ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അവൻ പുറത്തു വന്നാൽ നിങ്ങൾ ആള് മാറും. 50 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശു കർത്താവിനെ പരസ്യമായി ഒറ്റിക്കൊടുത്തവൻ ഇവൻ നിന്നോട് കൂടെയുള്ളവനാണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് അവനെ അറിയത്തില്ലെന്ന് ഒരു ചെറിയ പെൺകുട്ടിയുടെ മുമ്പിൽ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും നിങ്ങൾ കൊന്നവനുമായ യേശു ക്രിസ്തുവിനാൽ ഞങ്ങൾ ഈ അഭിഷേകത്തെ പ്രാപിച്ചിരിക്കുന്നു. ഒന്ന് കരങ്ങൾ തട്ടി ഈ അഭിഷേകത്തെ ഒന്ന് പുതുക്കിക്കോ. ഒരു കരം തട്ടി ഒന്ന് അഭിഷേകത്തെ ഒന്ന് പുതുക്കിക്കോ. ഈ പകൽ ഒരു അഭിഷേകം പുതുതായി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുതിയ സീലുകളുടെ ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളുടെ വീട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ബിസിനസ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കാരണം എന്താണ്? യു ആർ സീലഡ്. ഹല്ലേലൂയ. നിന്നെ സീൽ ചെയ്തിരിക്കുക. എന്താണ്? അവൻ്റേത് എന്ന് പറഞ്ഞ് സീൽ ചെയ്തേക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് ഓടിച്ചെന്ന് യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന റോമൻ ഭരണകർത്താക്കളെ തള്ളി മാറ്റി തുറക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ കാരണം മുദ്ര, ഒരു രാജ്യത്തിൻ്റെ മുദ്ര.
പക്ഷെ അകത്ത് മറ്റൊരു മുദ്ര വന്നപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര യേശുവിൻ്റെ ശരീരത്തിൽ വന്നപ്പോൾ പുറത്തുള്ള മുദ്രയും പുറത്തുള്ള ഭരണകർത്താക്കളും എവിടെയോ മറഞ്ഞുപോയി. ഹല്ലേലൂയ. കാലത്തിൻ്റെ യവനികൾക്കകത്തേക്ക് ദൈവം മറച്ചു കളഞ്ഞ റോമൻ സാമ്രാജ്യം തെളിവ് നിർത്തിക്കൊണ്ട് ആത്മാവിൽ ഒരു ദൂത് പറയാം: നീ പ്രാപിച്ച സീല് ചെറിയ സീലല്ല, അത് മനുഷ്യന്റെ സീലല്ല, അത് ദൈവത്തിൻ്റെ സീലാണ്. പല കാരാഗ്രഹങ്ങളിലും അപ്പോസ്തലന്മാർ കടന്നിട്ട് അവർ ഭയക്കാത്തതിൻ്റെ പിന്നിലെ കാരണം അകത്താക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സീല് ദൈവം നിങ്ങളുടെ അകത്തിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ സീലിനെ ഹല്ലേലൂയ ഒന്നുകൂടെ പൊടി തട്ടി ഒന്ന് എടുത്തോ നിങ്ങൾ ആത്മാവിൽ. ഹല്ലേലൂയ, ഐ ആം സീൽഡ് ആൻഡ് ഹോളി സ്പിരിറ്റിനാൽ സീല് പതിയപ്പെട്ട ആ ഗ്യാരണ്ടി, ഹല്ലേലൂയ, അവൻ്റേതെന്ന ഉത്തരവാദിത്വത്തോടെ നിന്റെ മേൽ പതിച്ച ആത്മശക്തിയെക്കുറിച്ച് ഉത്ബോധ്യം ഉണ്ടായിരിക്കട്ടെ. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ ആരാണോ, സൽമാൻ പാഷ ആരാണെന്നല്ല, നിങ്ങൾ ആരാണെന്ന് ബോധ്യമുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ഉണ്ടായി. ഈ കൺവെൻഷനിലേക്ക് ഞാൻ പോകുമ്പം, യാത്ര ചെയ്ത് പോകുമ്പം പെട്ടെന്ന് സുനിതയ്ക്കൊരു പ്രയാസമുണ്ട്, അസ്വസ്ഥതയുണ്ടായി. പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച എന്തിനാ പ്രസംഗിച്ചിട്ട് പോയി? അതുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാൻ. ഞാൻ ഒരാളെ മാത്രം അറിയിച്ചു. അതൊരു ചലഞ്ചാണ്. നമ്മളൊരു ദൂത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് വരും, നമ്മളവിടെ നിൽക്കുമല്ലോ. അതിന് കാരണം അവൾ രാവിലെ ഫുഡ് കഴിച്ചില്ലെന്നും വെയിലത്തൂടെ നടന്നു എന്നുള്ളതാണ്. വെയിലത്തൂടെ ഒരു 1 മണിക്കൂർ യാത്ര ചെയ്തു. നിങ്ങൾക്കറിയാം, സൗമ്യ സിസ്റ്ററെ അറിയാവുന്നവരായി സ്തോത്രം. എൻ്റെ സൂമിൽ എന്നെ സഹായിക്കുന്ന സഹോദരി എറണാകുളത്തു നിന്ന് വന്നു. അത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇറങ്ങാൻ വേണ്ടി അതുവഴി, സാധാരണ ബസ്സൊന്നും വരുന്നത് ഇപ്പുറം വഴിയാണ്, പക്ഷെ ആ വണ്ടി മെഡിക്കൽ കോളേജ് വഴി വരുന്നത്. പക്ഷെ അവരവിടെ ഇറങ്ങിയില്ല, അവർ കോട്ടയത്ത് വന്നു. ഞങ്ങളും കോട്ടയത്ത് വന്നു, വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ സുനിതയ്ക്ക് അസ്വസ്ഥത ഉണ്ടായത്. ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ആംബുലൻസ് ഡ്രൈവറായി. കാറായിരുന്നു, എഴുതുവഴിയൊക്കെ ഓടിച്ചെന്ന് എനിക്കറിയത്തില്ല. ഓടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഗ്യാസായിരുന്നു, മറ്റൊന്നുമില്ല. പക്ഷെ ആ അസ്വസ്ഥത നിന്ന് വിട്ടുമാറാൻ ഒത്തിരി സമയമെടുത്തു. എല്ലാവരും പേടിച്ചു പോയി. ഞാൻ അവളുടെ താഴത്തിൽ പറഞ്ഞു, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചിട്ട് പോയ ഒരു ബാധയും നിൻ്റെ ഒരു അനർത്ഥവും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ടിട്ട് പോയി. എല്ലാ അനർത്ഥങ്ങളെയും ഞാൻ ആത്മാവിൽ ശാസിക്കുന്നു എന്നൊരു വീടൂടെ പറഞ്ഞിട്ടിട്ടാ പോയെ. ആമേൻ. അത് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ സൗമ്യസിസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ ഒരു ചാഞ്ചാട്ടം ഇല്ലായിരുന്നല്ലോ, ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നല്ലോ, വണ്ടി ഓടിച്ചപ്പിച്ച് സ്പീഡിൽ ഓടിച്ചു പോയെന്നല്ലാതെ ഒരു ഭാവം. ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ പറഞ്ഞിട്ടേച്ച നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ തന്നെ പെട്ടെന്നൊരു കാര്യം കണ്ട് പേടിക്കുന്ന ഒരാളല്ല ഞാൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ബോധ്യം എത്ര പേർക്കുണ്ട്? ഒരു പ്രശ്നം വീടിനകത്തേക്ക് കയറുമ്പോഴേ അടിയറവ് വെക്കുകയല്ല, അല്ലേ? മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയ്ക്കകത്ത്, ആ കല്ലറയ്ക്കകത്ത് സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് പൊങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ലൈഫ്. ഹല്ലേലൂയ. നിന്നെ കൊന്നെന്ന രീതിയിലാകാം, അടിച്ചിട്ടെന്ന രീതിയിലേക്ക് വരാം, അടക്കിയെന്നുള്ള രീതിയിലേക്ക് വരും, പക്ഷെ നീ പുറത്തു വരും. പൗലൂസിന് ഒരു സ്ഥലത്ത് അടിച്ചൊതുക്കി, അവരോർത്ത് ചത്തെന്ന്, അവരോർത്ത് ഇല്ലാതായെന്ന്. പക്ഷെ ഇൻഫർമേഷൻ അടുത്ത കവലിൽ പുള്ളി പ്രസംഗിക്കുന്നുണ്ട്. വീറോടെ, ആത്മാർത്ഥതയോടെ, ആത്മശക്തിയോടെ അദ്ദേഹം ആത്മാവിൻ്റെ ശക്തിയോടെ പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സീൽ ചെയ്യപ്പെട്ടവരാണ്.
നിങ്ങൾ ആത്മാവിൻ്റെ സീലുള്ളവരാണ്. ഈ ഒരു ദൂത് നിങ്ങൾ ഏറ്റെടുത്താൽ ഞാനിത് വിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ഒരു പ്രശ്നം വീട്ടിൽ കയറി വരുമ്പോൾ അടിയറ വെക്കുകയല്ല, ആത്മാവിൽ പറയണം. അത് പറഞ്ഞിട്ടേ അടുത്ത സ്റ്റെപ്പ് വെക്കാവുള്ളൂ. ആശുപത്രി പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പൊക്കോ, ഒരു കോൺഫിഡൻറ്റ് പൊക്കോ. പക്ഷെ അതിനു മുമ്പ് നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞിരിക്കണം. നിനക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റുള്ളൂ. ചില അനർത്ഥങ്ങൾ ആത്മാവിൽ ശാസിക്കാൻ തയ്യാറായ അവിടം വിട്ടത് ഇറങ്ങിക്കോളും. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് വരും, അതിൻ്റെ മുമ്പിൽ പോയി കീഴടങ്ങാൻ തയ്യാറായാൽ നിന്നെ കീഴടക്കും. ഇതിനകത്തൊരു പ്രശ്നം, നമ്മുടെ വീണ്ടെടുപ്പ് ഒരു പ്രോസസ്സിനകത്താണ്. വീണ്ടെടുപ്പ് അംഗീകരിക്കുന്നോ? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ കഴിഞ്ഞില്ല. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. പാപകരമായ ഒരു ശരീരത്തിനകത്താണ് നമ്മളിപ്പോഴും, മരണകരമായ ഒരു ശരീരത്തിനകത്താണ്. ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് നിൻ്റെ മനസ്സിനെ ഒന്ന് ചാഞ്ചാട്ടാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റുകളുണ്ടാകാം. പക്ഷെ നിൻ്റെ ഉറപ്പാണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷനെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നു. വീണ്ടെടുപ്പ് ശരീരത്തിൽ കിട്ടാത്ത ഒരാൾ അകത്ത് കിട്ടിയ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനാൽ നിലനിൽക്കുന്നത്. അതിനെയാണ് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യം യഥാർത്ഥമായി തെളിയിക്കുന്ന ഒരു സമൂഹം, മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമൂഹം. സ്വാതന്ത്ര്യം ശക്തമായി പ്രസംഗിക്കുന്നവരല്ല, സ്വാതന്ത്ര്യം ശക്തമായി ശരീരത്തിൽ പ്രദർശിപ്പിക്കുന്ന വ്യക്തിത്വം. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒന്ന് വെളിപ്പെടുത്താൻ? ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണം. അതല്ല ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും വേണ്ട, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ ഒന്ന് അനുവദിക്കാൻ തയ്യാറായാൽ മതി. ആമേൻ, ഹല്ലേലൂയ. അകത്തിരിക്കുന്ന ആത്മാവിനെ അനുവദിച്ചാൽ അറിയാതെ ഈ എല്ലാ ഒഴുക്കുകളും നിങ്ങളുടെ വീട്ടിനകത്തുനിന്നുണ്ടാകും. പരിശുദ്ധാത്മാവിനെ അനുവദിക്കാത്ത ഒരു ലൈഫ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലൈഫാണ്. അതിനെ ക്രിസ്ത്യൻ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്രിസ്തു നിൻ്റെ അകത്ത് വളരെ പ്രയാസപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനകത്തുള്ള ആ ക്രിസ്ത്യൻ ലൈഫിനെ ഏറ്റവും മനോഹരമായി അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, അഭിഷേകത്തോടെ വെളിപ്പെടുത്തുവാൻ ഈ ജനത്തിൻ്റെ മേൽ കൃപ ദൈവം വെളിപ്പെടുത്തിയതിനായി നന്ദി. ആമേൻ, ആമേൻ. പൗലോസ് പറയും, ആദ്യ നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്, ഇത് ഞാൻ ഒരുപാട് തവണ അല്ലെങ്കിൽ 1-2 തവണയോളം സംസാരിച്ച വിഷയമാണ്. ഇവരുടെ ഉള്ളിൽ ആരുണ്ട്? ഇവരുടെ ഉള്ളിൽ ആരുണ്ട്? ഹോളി സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥമായ വിശ്വാസവും സ്നേഹവും പുറപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഹോളി സ്പിരിറ്റിനെ അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ. ഉണ്ടായാൽ പോരാ. ഇന്നലെ ഈ മുണ്ടക്കയത്ത് ഇവിടെ നിന്ന് ഒരു വിദേശത്ത് പഠിച്ചിറങ്ങിയ ഒരു കുഞ്ഞെന്നെ വിളിക്കാനുണ്ട്. പേര് ഞാൻ മറന്നുപോയി. അവളുടെ ആഗ്രഹം എനിക്ക് ദൈവശബ്ദം കേൾക്കണം. എന്താണ്? എങ്ങനെ വെച്ചാൽ, അങ്കിളെ ഞാൻ IPCയിലെ മെമ്പറാണ്, അവിടെ ഇവിടെ എല്ലാം IPCയിലെ മെമ്പറായിരുന്നു. അന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഞാൻ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ആഗ്രഹമുണ്ട്? ഞാൻ പറഞ്ഞു, പ്രവാചകൻ്റെ അടുത്ത് പോകാൻ എന്ന പോലെ എൻ്റെ അടുത്ത് വന്നതാണോ? ഞാൻ പ്രാർത്ഥിക്കണം, നിനക്ക് ദൈവശബ്ദം കേൾക്കണമെന്നാണോ നീ പറയുന്നത്? അതല്ല. അഥവാ അവളെക്കുറിച്ച് ഞാൻ പ്രവചിക്കണമെന്നുള്ളതല്ല അവളുടെ ആഗ്രഹം. എനിക്കെങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കേണ്ടതെന്ന് അറിയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എവിടെയോ ഞാൻ പറഞ്ഞു, കേൾക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ദൈവശബ്ദം വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ,
എൻ്റെ ജനം എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്ന ഭാഗം കേൾക്കുന്നില്ല എങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ സിറ്റുവേഷൻ. അതിവേഗത്തിൽ ആ ദൈവശബ്ദത്തിനായി ഏകാഗ്രതയിലേക്ക്, ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ സെറ്റ് ചെയ്യണം. ആമേൻ. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അവളോട് സംസാരിച്ചു. അവളെ ഞാൻ കൊലോസ്യ ലേഖനം വായിക്കാനായിട്ട് വിട്ടുകൊടുത്തു. 4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. ഞാനത് വായിച്ചു. ഞാനത് വീണ്ടും അതിലൂടെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. കൃത്യം അണ്ടർസ്റ്റാൻഡിങ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. കൃത്യം കാര്യങ്ങൾ പറഞ്ഞു. അവൾ ഇന്നു മുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവൾ വിളിക്കാൻ കാരണം കോട്ടയത്തുള്ള ഇവളുടെ ഒരു കൂട്ടുകാരി നമ്മുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ കൺക്ലൂഡ് ചെയ്തൊരു മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ ആ കുഞ്ഞ് ഇതേ അഭിപ്രായത്തോടെ എൻ്റെ അടുത്ത് വന്നു. ഞാനിത് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവളിപ്പോൾ തന്നെ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ എക്സ്പീരിയൻസിൽ നിന്നാണ് അവൾ വിളിച്ചത്. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? ബൈബിൾ കോളേജിൽ നടക്കുന്ന കാര്യമല്ല, സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിനകത്തെങ്കിലും നടക്കണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിനകത്തിൽ നടക്കണം. ആമേൻ. ഈ ഈ ഈ ഈ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ ഇവരുടെ അകത്ത് നിന്ന് വിശ്വാസവും സ്നേഹവും ഉണ്ടായി. ആമേൻ. ദൈവത്തോട് വിശ്വാസവും വിശുദ്ധന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടായി. വിശുദ്ധന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നില്ല എങ്കിൽ ആത്മാവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്തില്ല എന്നർത്ഥം. യഥാർത്ഥമായ സ്നേഹമോ യഥാർത്ഥമായ വിശ്വാസമോ, അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? യഥാർത്ഥ അല്ലാത്ത വിശ്വാസമുണ്ടോ? ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കണം. എൻ്റെ വിശ്വാസം യഥാർത്ഥമാണോ? അല്ലേ? ബരോബയിലെ ചർച്ച് അവർ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്നവർ പരിശോധിച്ചു. യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ സ്നേഹവും ഉണ്ടായി. കൊലോസി ലേഖനത്തിനകത്തുനിന്ന് ഒരു ദൂതോടെ ഞാനിത് ചേർത്ത് പറയാം. അവർ യഥാർത്ഥമായി വചനം കേട്ടപ്പോൾ, അവർ യഥാർത്ഥമായി ദൈവകൃപയെ അംഗീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ബലം ഉണ്ടായെന്ന. യേശുവിൻ്റെ നാമത്തിൽ ബലം ഉണ്ടാകട്ടെ. ആമേൻ. പറഞ്ഞവർക്കായി സ്തോത്രം. എന്താണ് ബലം? ആത്മാവ് ഇവരുടെ അകത്ത് വന്നപ്പോൾ ഇവരുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ റിസൾട്ട് വെളിപ്പെടുക. അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, എപ്പഫ്രാസിൽ നിന്ന് പൗലോസ് എന്ന അഭിഷിക്തൻ കൊലോസിയിലെ ചർച്ചിലുണ്ടായ ഒരു ബലത്തെ പറ്റി പറയുന്നു. എത്ര പേര് കേൾക്കുന്നു? ആ ബലം അവരുടെ ഉള്ളിൽ നിന്ന് ആത്മാവിൻ്റെ സ്നേഹം ഒഴുകുന്നു. ആത്മാവിൻ്റെ സ്നേഹം മാത്രം മതിയോ? സോ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഉറവയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആമേൻ. ആമേൻ. ആത്മാവെന്നത് ഒരു ഉറവയാണ്. ആത്മാവിലുള്ളത് നിന്നിലേക്ക് ഒഴുക്കാനുള്ള സ്ഥലമാണ് ആത്മാവ്. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിനകത്ത് എങ്ങനെയാണ് ഞാൻ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ലൈഫ് സക്സസ് ആകേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കേണ്ടത്, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിലേക്ക് നിങ്ങൾ ഏകാഗ്രത വന്നാൽ മതി. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് ഉൾബോധി ഉണ്ടായാൽ മതി. ഉൾബോധി ഉണ്ടായാൽ അകത്ത ഉറവയിൽ നിന്ന് ആത്മാവിനകത്തുള്ളത് ഒഴുകാൻ തുടങ്ങും. ആത്മാവിനകത്തുള്ളതാണ് ഈ വിശ്വാസം. ആത്മാവിനകത്തുള്ളതാണ് ഈ സ്നേഹം. ഹല്ലേലൂയ. എത്ര പേരെന്നെ കേൾക്കുന്നു? ആ തോമസിന് ഇല്ലായിരുന്നു, ഫെയ്ത്ത് ഇല്ലായിരുന്നു. തൊട്ട് നോക്കിയാലേ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവൻ ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായത് എങ്ങനെയാ? അകത്ത് പ്രാപിച്ച അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവിനാലുള്ള തുറന്നുവിടവില്ല. ഇത് യഥാർത്ഥമായി കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഇന്നൊരു ഉറവ തുറക്കും. ഹല്ലേലൂയ. യഥാർത്ഥമായി സ്വീകരിക്കുന്ന ഒരാളെ ഉള്ളൂ. നിന്റെ അകത്ത്, ആത്മാവിനകത്തുള്ളത് തുറക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതൊരു ഭയങ്കര ഒരു സോഴ്സാണെന്ന് എത്ര പേർക്കറിയാം?
ദൈവത്തിലുള്ളത്, ആത്മാവിലുള്ളത് നിന്നിലേക്ക് തുറന്നു വിടാൻ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു കല്ലിന് ഇടയിൽ നിക്ഷേപിക്കപ്പെട്ട വെള്ളം ഒഴുകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. ഇത് ഒരു കല്ലിനിടയിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന വെള്ളമല്ല ആത്മാവിൻ്റെ ഉറവ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നീ എവിടെ കൊണ്ട് ഏകാഗ്രതയോടെ പ്രദർശിപ്പിക്കുന്നു, അതിനകത്ത് നിന്ന് ഈ ഉറവയിൽ നിന്ന് തുറക്കും ദൈവം. അതിനുള്ള വിശ്വാസം പോലും വെളിപ്പെടുന്നത് എവിടെ നിന്നാ? ഈ ആത്മാവിനകത്തുനിന്നാ. വിശ്വാസം പരാജയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ അകത്ത് യഥാർത്ഥ വിശ്വാസം തുറക്കുന്ന ആത്മാവുണ്ട്. ആമേൻ. ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് അടിയുറച്ച് നോക്കാനും കണ്ണ് പറയാതെ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കാനുള്ള ഒരു വിശ്വാസം നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിൽ നിന്നുണ്ട്. ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ലൈഫാണ് എങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണാനും ഒരുപോലെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു ആത്മാവിൻ്റെ സ്നേഹം നിന്നിൽ നിന്ന് തുറക്കാൻ. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് മനസ്സിലാക്കിയ കാര്യമാണ്, എഫെസോസിലെ സഭയ്ക്കകത്തെ അവർ ആത്മാവിനെ അനുവദിക്കുന്നത് കൊണ്ട് ഒരു ഒഴുക്കുണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കട്ടെ ഞാൻ. ഒരു ഒഴുക്കുണ്ടാകാൻ. ഈ ഒഴുക്ക് എവിടുന്നാ? എഫെസോസിൽ നിന്നാണോ? അല്ല. എഫെസോസിലെ റാണിയിൽ നിന്നാണോ? അല്ല. ഈ ഒഴുക്ക് അവര് പ്രാപിച്ച പരിശുദ്ധാത്മാവിൽ നിന്നാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകൾ ഒന്നിൽ പറഞ്ഞു, വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ അത് പൊട്ടിക്കിളിർക്കാൻ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പകലും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെന്നൊരു നദി നിങ്ങളുടെ അകത്തൂടെ ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനെ ചെറുതാക്കി വെച്ചിരിക്കുന്നവർ ഓർത്ത് മഹാ കഷ്ടം എന്ന് ഞാൻ പറയാം. മുട്ടോളം ഇറങ്ങിയാൽ മുട്ടോട്ടം നനയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓടാം. അരയോളം ആണെങ്കിൽ അരയോളം നീന്താൻ പറ്റുന്ന, നീന്തിയിട്ടല്ലാതെ തുടിക്കാൻ പറ്റുന്ന, നീന്താൻ പറ്റാത്ത ഒരു ആത്മനദിയുടെ ഒഴുക്ക് നിങ്ങളുടെ അകത്തുണ്ടെന്ന് എത്ര പേർക്കറിയാം? ചിലർ കുളിക്കാൻ പോലും വെള്ളമില്ലാതെ അതിനകത്ത് നടപ്പുണ്ട്. ഇത്ര വലിയ നദി ഉണ്ടായിട്ട് ഒന്ന് കുളിക്കാതെ പോലും നടക്കുന്നവരുണ്ട്. ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കിട്ടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന നദിയിലേക്ക് ഇറങ്ങിയാൽ അതിനകത്തു നിന്ന് ചിലത് പുറത്തോട്ട് വരും. എഫെസോസിൽ ഈ നദി ഒഴുകി തുടങ്ങി. എഫെസോസിലെ ചർച്ചിനകത്ത് നദി ഒഴുകി തുടങ്ങി എന്ന് പൗലോസിന് മനസ്സിലായി. പൗലോസ് അറിയുന്നു രണ്ട് കാര്യം. ദൈവത്തിലേക്ക് അടിയുറച്ചൊരു വിശ്വാസം അവരുടെ അകത്തുണ്ടായി. ആത്മാവിൽ വിശുദ്ധന്മാർ തമ്മിൽ ആഴമായുള്ള സ്നേഹം പുറത്തു വരാൻ തുടങ്ങി. ആത്മാവിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവമക്കളെ, ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു മിസ്റ്ററിയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, രഹസ്യമാണ്. അവനവന് കണ്ടുമുട്ടാൻ, അവൻ്റെ അകത്ത് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന, കണ്ടുമുട്ടാൻ പറ്റുന്ന രീതിയിൽ ആത്മാവ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത് അങ്ങനെ ഒരു അനുഭവത്തിനായി എത്ര പേര് ലൈഫിനെ വിട്ടുകൊടുക്കും? തിങ്കൾ മുതൽ വെള്ളി വരെ, അല്ല ശനി വരെയുള്ള സമയങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ കളയരുത്. ഹല്ലേലൂയ. നിൻ്റെ ലൈഫിനെ പുതുതാക്കി മാറ്റാൻ കഴിയുന്ന ആത്മീയ അന്തരീക്ഷത്തിനകത്തേക്ക് ആ സമയങ്ങളെ കൊണ്ടുപോകണം. ഇന്ന് പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ട നീ ആണെങ്കിലും അല്ലെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ഒരു നദിയുടെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ ഈ നദിയിലേക്ക് ഇറങ്ങാൻ ഒരു പാട്. പിന്നെ നദിയാണ് തീരുമാനിക്കുന്നത് നീ എങ്ങോട്ട് പോകണമെന്നുള്ളത്. പ്രത്യേകിച്ച് സ്റ്റീറിംഗ് ഒന്നും വേണമെന്നില്ല. നീ എത്രത്തോളം തടഞ്ഞാലും അതിങ്ങനെ കൊണ്ടുപോകുള്ളൂ. മുട്ടോളമല്ല അരയോളവും പോരാ, നീ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല
അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എത്ര പേർക്ക് ഈ കൊതിയുണ്ട്? എത്ര പേർക്ക് ഈ കൊതിയുണ്ട്? പക്ഷെ ഇത് ആരിലും ഒരാളുടെ അകത്ത് ആഴമായിട്ട് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷിച്ചായിരിക്കുന്നത്. ഒരൊഴുക്കുണ്ട് കേട്ടോ, ഒരൊഴുക്കുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ നോക്കി, ഒരൊഴുക്ക്. നിങ്ങൾ എത്ര തടഞ്ഞാലും ഒരു ഒഴുക്കുണ്ട്, എത്ര മടുപ്പടിച്ചാലും ഒരു ഒഴുക്കുണ്ട്. ഹല്ലേലൂയ. എത്ര ഡ്രൈനെസ് ഉണ്ടായാലും ഒരു ഒഴുക്കുണ്ട്. ഹല്ലേലൂയ. ഞാനിതിൻ്റെ ചരിത്രത്തിനകത്ത് ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറയണമെന്ന് വിചാരിച്ചാൽ, ഹല്ലേലൂയ, ഈ സഭയെ ഡ്രൈനെസ് ആക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ഡ്രൈനെസ് ആക്കി കളഞ്ഞു. ദുരുപദേശങ്ങൾ കൊണ്ടും തത്വചിന്തകൾ കൊണ്ടും മതസിദ്ധാന്തങ്ങൾ കൊണ്ടും ക്രിസ്തുവിൻ്റെ ജീവനെ വിട്ടുകളയുന്ന രീതിയിലേക്ക് വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നുപോയി. ആ കാലഘട്ടത്തിലാണ് ബൈബിൾ പറയുന്നത്, മുൻമഴ പെയ്തെടുത്തൊരു പിന്മഴയുടെ സാധ്യത മറഞ്ഞു കിടക്കുന്നു. നമ്മളും പാടാറുണ്ട്, ഹല്ലേലൂയ, അതൊരു ഉണർവിൻ്റെ തുടക്കമാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ, ഹല്ലേലൂയ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ കേവലം മതത്തിൻ്റെ താഴ്ചയിലേക്ക് ഈ വിശ്വാസ രീതിയെ മാറ്റിക്കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സഭയ്ക്കകത്ത് നവോത്ഥാന നായകന്മാർ വിശ്വാസത്താലുള്ള നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സന്ദേശവുമായി കടന്നു വന്നപ്പോൾ ഒരു പുതിയ ഉണർവിന് വേണ്ടി ഈ പുതിയ സമൂഹം തയ്യാറായെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഇതൊരു ഉണർവിൻ്റെ കാലഘട്ടത്തിലേക്ക് ഈ ഡ്രൈനസ് മാറട്ടെ. ആരാഗ്രഹിക്കുന്നു അവരുടെ ഇടയിൽ തുറക്കാൻ കഴിയുന്ന ആത്മശക്തിയുടെ ഒരു ആരംഭം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, ചരിത്രത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്ത ഉണർവുകൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്ത്, ആർ എനിക്ക് വേണ്ടി സമർപ്പിക്കും, ആർ എന്നെ മനസ്സിലാക്കും എന്ന് നോക്കി ആത്മാവ് ഇരുന്ന സമയങ്ങളെ നമുക്ക് കാണാൻ കഴിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നവരോട് പറയുന്നു, ഒരു ഉണർവിൻ്റെ പൊട്ട് വിരിയാൻ അധിക സമയമില്ല. ആര് വില കൊടുക്കുന്നു അവരുടെ ഇടയിൽ ആ ഉണർവ് ആരംഭിക്കുവാനിടയായിത്തീരും. ഉണർവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കട്ടെ. ഉണർവ് നീ എന്ന വ്യക്തിയിൽ നിന്ന് ആരംഭിക്കട്ടെ. ഈ ഉണർവിൻ്റെ ചലനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്ന് ആരംഭിക്കട്ടെ. ഈ ഉണർവിൻ്റെ ആരംഭങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. ഈ ഉണർവിൻ്റെ ആരംഭങ്ങൾ നീ ആശ്രയിക്കുന്ന ആ ഉറവയിൽ നിന്ന് ആരംഭിക്കട്ടെ. ആത്മാവിൽ നിന്നുള്ളത് ചിലത് തുറക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് കൃത്യം കോൺഫിഡൻ്റായി. ഇന്നു വരെ ഭൂമി കാണാത്ത വാഗ്ദത്തങ്ങളുടെ തുറന്നു വരവുകൾ ആ സഭയിൽ സംഭവിക്കാൻ പോവുകയാണ്. മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ എത്ര പേർ അതിനെ സ്വീകരിക്കും? ആഴമായ ഒരു വിശ്വാസം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹം നിങ്ങളുടെ അകത്ത് നിന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് വരെ വെളിപ്പെടാത്ത രീതിയിൽ ഒരു ഒഴുക്ക് ആത്മാവിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഭാവം ആ ദിവ്യ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു സാധ്യതയാണ് ദൈവം നിൻ്റെ അകത്ത ഉറവകളിൽ നിന്ന് ഒരു നദിയെ തുറന്നു വിടുവാൻ. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കിനെ തിരുത്തട്ടെ. ഉറവയിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു കിണർ നിറയുന്നത് പോലെ അല്ല, ഒരു നദി നിറയുന്നത് പോലെയാണ് ആ ഉറവയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നമ്മളെ നോക്കി ഉറവേ നല്ല വിളിച്ച് നദി എന്നാണ് വിളിച്ച്. ആമേൻ. ഇതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പറയുന്നില്ല, പ്രാർത്ഥനയ്ക്കകത്ത് വിഷയത്തിനകത്ത് കയറണമായിരുന്നു. നിങ്ങളെ നോക്കി വിളിച്ച് വരണ നദി. ഇത് എതിരാ മണിമല ആറ്. ചിലരൊക്കെ ഇപ്പം കിടക്കുന്ന പോലെ കിടക്കുന്നത്, പക്ഷെ ഒരു സാധ്യതയുണ്ട്. ഒരു സാധ്യത ഉണ്ട്. എന്നാ ഒഴുക്ക്? പാലം വരെ കുലുക്കിക്കൊണ്ട് ഒരു ഒഴുക്ക്, അല്ലേ? പാലം വരെ കുലുക്കിക്കൊണ്ട് ഒരു ഒഴുക്കിനുള്ള സാധ്യത ഉണ്ട്. ആമേൻ. എത്ര പേര് ആഗ്രഹിക്കും കർത്താവെ ഒന്ന് തുറക്കണമെന്ന്?
ഒന്ന് ആത്മാർത്ഥമായി പറ, കർത്താവേ ഒന്ന് തുറക്കണമേ, ഞങ്ങളുടെ അകത്ത് നിന്ന് ആ ഉണർവൊന്ന് തുറക്കണമേ, ആ ഉറവയുടെ ആഴം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് തുറക്കണമേ, ആഴത്തിലൊന്ന് തുറക്കണമേ. എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക? എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. പൗലോസ് പ്രാർത്ഥനയ്ക്കകത്തൂടെ ഉരുവിട്ട ഒരു വാക്യമായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഈ ഭാഗത്ത് വന്ന് നിർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ ഒരു ഉറവ നിങ്ങളുടെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് നീ എന്ന നദി ഡ്രൈനസിൽ കിടക്കുന്നുവെങ്കിൽ ആത്മാവിനോടൊന്ന്, കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, ആത്മാവേ എൻ്റെ അകത്തൂടി ഒന്ന് ഒഴുകണമേ, ഒഴുകണമേ, ഒഴുകണമേ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ദൈവശനെ പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു അഭിഷേകമായി തീരട്ടെ. ഈ പ്രാർത്ഥന ഒരു പുതിയ ആരംഭമായി തീരട്ടെ. ഡ്രൈനസ് ഫീലിങ്സുകളെ, ഡ്രൈനസ് അനുഭവങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഡ്രൈനസ് ആകുന്ന ചിന്തകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഡ്രൈനസ് ആകുന്ന മാനുഷിക അനുഭവങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉറവ, 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 ഉറവ. ഹല്ലേലൂയ. ഒരു ഉറവ ഇവരുടെ അകത്തുനിന്ന് തുറന്നു വരട്ടെ. എന്നിൽ നിന്ന് കുടിച്ചവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നുള്ള ആ വചനത്തിൻ്റെ ആരംഭം ഹല്ലേലൂയ നദി പോലെ ഒഴുകട്ടെ. ശബകാര ശബ്രഖാറ്റ മറഖാല മനാകറബല ലബ്രഖാറ്റലമ ശബ്രഖാറ്റലബ. നദി പോലെ ഒഴുകട്ടെ, നദി പോലെ ഒഴുകട്ടെ, നദി പോലെ ഒഴുകട്ടെ. നദിയുടെ ഒഴുക്കിനെ ഞങ്ങൾ സ്വപ്നം കാണുന്നു. ആത്മാവിൻ്റെ ഒഴുക്കിനെ ഞങ്ങൾ സ്വപ്നം കാണുന്നു. ആത്മാവിൻ്റെ വലിയ ശക്തിയോടെയുള്ള ഒഴുക്കിനെ ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. കർത്താവേ, അത് മുണ്ടക്കയത്തിന് മുമ്പിൽ കാണിക്കണം കർത്താവേ. ഡ്രൈനസ് ആയി കിടക്കുന്ന എല്ലാ നദികളും ഇന്നു മുതൽ ഒഴുകട്ടെ. ഡ്രൈനസ് ആയി കിടക്കുന്ന എല്ലാ നദികളും ഒഴുകട്ടെ. എല്ലാ ഡ്രൈനസ് അനുഭവങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് രണ്ട് നിമിഷങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നവരെല്ലാം ആത്മാവിൽ വിട്ടുകൊടുത്ത് ആഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പ്രസംഗം കൊണ്ട് തീരുന്നില്ല നമ്മുടെ അനുഭവങ്ങൾ, ഒരു വാക്യം കൊണ്ട് അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. ഏതോ ഒരു ആശയം കേട്ടിട്ട് മടങ്ങുകയല്ല. ഹല്ലേലൂയ. കേട്ടത് അനുഭവിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നിന്നെ ഒരുക്കിയ ആ വചനത്തിൻ്റെ ദൂതിനൊത്തവണ്ണമായി ഇന്ന് ഒരു അഭിഷേകം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഇരു കരങ്ങളും തട്ടി കർത്താവിനെ ഒന്ന് ചില നിമിഷങ്ങളൊന്ന് മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഒഴുക്കിൻ്റെ ആരംഭമുണ്ട് കേട്ടോ. നദി ഹല്ലേലൂയ ഒഴുകി തുടങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. പ്രവാചകനെ ഹല്ലേലൂയ ഹല്ലേലൂയ അസ്ഥികൾ വേർപെട്ട രീതിയിൽ കുന്നുകളുടെ താഴ്ചയിൽ താഴ്വരയിൽ വേർപെട്ട് കിടക്കുന്ന അസ്ഥിക്കകത്തേക്ക് കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൽ പ്രവചിക്കാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ പ്രവാചകന്റെ ഡ്യൂട്ടി നീ പ്രവചിക്കുക. ഡ്രൈനസിൽ കിടക്കുന്ന, വേർപെട്ട് കിടക്കുന്ന, അനങ്ങാതെ നടക്കുന്ന, ജീവനില്ലാതെ കിടക്കുന്ന, അനുഭവമില്ലാതെ കിടക്കുന്ന, ഹല്ലേലൂയ വേർപിരിഞ്ഞ് കിടക്കുന്ന അതിനോട് പ്രവചിക്കാൻ ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് പ്രവചിക്കുന്നു. ഈ നദി ഒഴുകും, ഈ നദി ഒഴുകും. ഈ നദിക്കകത്തൊരു ഒഴുക്കുണ്ട്. ഈ ഒഴുകുന്നത് അതിശക്തമായി ഒഴുകും. നിന്റെ ഒഴുക്കിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഇപ്പോൾ തന്നെ ആ നദിക്കകത്ത് നിന്ന് ഉറവകളുടെ ആരംഭങ്ങൾ ഉണ്ടാകട്ടെ. ആ നദിക്കകത്ത് നിന്ന് ഉറവകളുടെ ആരംഭങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ ഉറവ ആരംഭിക്കുന്നത് മാനുഷിക ശക്തി കൊണ്ടല്ല, ഉറവ ആരംഭിക്കുന്നത് ദൈവശക്തിയാലാണ്. ദേശത്തിന്റെ നടുവിലേക്ക് വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും ഒഴുക്കുന്ന ഒരു നദിയായി നീ മാറാൻ പോവുകയാണ്.
യഥാർത്ഥ വിശ്വാസം ദേശത്തിന് പകരുന്ന ഒരു നദിയായി നീ മാറാൻ പോകുക. യഥാർത്ഥ സ്നേഹത്തെ ദേശത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു നദിയായി നീ മാറാൻ പോകുക. ഷാറ ഖാറ്റ ലബാറ ചാല മനാരബ ജുഡാമന റബാഡിയാൻ ദലാന ബൗഡ പ്രഭേദ വൈഡമനഗദര ബൗഡ പ്രഭേദനം ശപ്രഭേദിയ ഉലുബ്രേന്തിയാന മൗഷപ്രിബിയാന. എല്ലാ ഡ്രൈനെസ്സിനോട് ഞാൻ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. എല്ലാ വിരക്തിയോട് ഞാൻ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. എല്ലാ മതസിദ്ധാന്തങ്ങളോട് ഞാൻ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് നിന്നെ അകറ്റുന്ന എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ മാറട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ അന്തരീക്ഷം നിന്നിൽ ഇപ്പോൾ മുതൽ തുടങ്ങട്ടെ. ലബന ഖറമന ശബറ ഖതലമനസി ലബറ ഖതലമന ശബ്ര ഖതസിയ റാഥേല മാംസപ്രഭിയ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വീടുകൾ ആരാധന സ്ഥലമാകട്ടെ. നിന്റെ വീടുകൾ ആരാധന സ്ഥലമാകട്ടെ. നിന്റെ വീടുകൾ ആരാധന സ്ഥലമായാൽ അതിനകത്തേക്ക് ഒരാൾക്കേയും കൂടി ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റും. നിന്റെ വീടുകൾ ആരാധന സ്ഥലമായാൽ നിന്റെ നാട്ടുകാർക്ക് വന്ന് ആരാധിക്കാൻ പറ്റുന്ന അനുഭവം ഉണ്ടാകും. ഓ ഷാബാഖാതാരാമ അല്ലാബ്രാഖാതാമ ശാക്ര. ദൈവമക്കളെ, നിങ്ങളൊരു നദിയാണ് കേട്ടോ. ആ നദിയെ അതിൻ്റെ വീതി കുറച്ച്, അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച്, അതിനെ പരിമിതിയിടുന്ന, അതിൻ്റെ അനുഭവത്തെ കെടുത്തിക്കളയുന്ന, അതിൻ്റെ പേരിനെ നഷ്ടമാക്കി കളയുന്ന എന്തനുഭവങ്ങളുണ്ടായിരുന്നാലും ഒരൊഴുക്കുണ്ടായാൽ ഹല്ലേലൂയ. പുറത്തുനിന്ന് ആരും ഒഴുക്കില്ല കേട്ടോ. പുറത്തു നിന്ന് ആരും ഒഴുക്കത്തില്ല. ഇതകത്തു നിന്ന് മാത്രമേ ഒഴുകത്തുള്ളൂ. ആഴമായിട്ട് ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. ദയവായി ഒരു റിക്വസ്റ്റ് പറയുന്നു, നീ അടക്കി വെക്കാനായിട്ട് ശ്രമിക്കരുത്. നീ ഒതുക്കി വെക്കാനായിട്ട് ശ്രമിക്കരുത്. നിന്റെ ചിന്തകൾ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകരുത്. എൻ്റെ ഹൃദയത്തിനകത്ത് ആഴത്തിലുള്ള ഒരൊഴുക്കുണ്ടാകട്ടെ. അതിനായുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. നല്ല പിതാവേ, ഇനി വചനം പ്രതി ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇവരൊരു നദിയാണ്. ആത്മാവിൻ്റെ നദി ഒഴുക്കണം. ആത്മാവിൻ്റെ അനുഭവങ്ങളാൽ ഇവരെ അനുഗ്രഹിക്കണം. ആവേശവും ആഗ്രഹവും ആഴമായി ഈ ജനത്തിൻ്റെ മേൽ പകരുന്നു. അഭിഷേകത്തിൻ്റെ വലിയ തലങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. പ്രവചനാത്മാവിൽ നിറയണം. ദർശനങ്ങളാൽ ഇവർ നിറയണം. സ്വപ്നങ്ങളാൽ ദൈവം ഇവരെ നിറയ്ക്കണം. വീര്യപ്രവൃത്തികളാൽ ഇവരെ നിറയ്ക്കണം. ആദ്യ നൂറ്റാണ്ടിൻ്റെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടപ്പാൻ ആത്മാവ് ഇതിനെ വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം.